ചങ്കളെ എല്ലാവർക്കും സുഖമല്ലേ? വാ, ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാം. അതായത് ഒരു 1/2 കിലോ ലിവർ, അതിനെ നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചത് 2 സവാള, 2 തണ്ട് കറിവേപ്പില, 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, 5 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, 1 തക്കാളി. ഇത്രയും ഐറ്റംസേ ഉള്ളൂ ഇതിനകത്ത്. സാധാരണ ചിക്കൻ കറിയിലൊക്കെ വെക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിനെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച്, അതായത് ഒരു ഉരുളി കട്ടിയുള്ള ഒരു ഉരുളി അങ്ങോട്ട് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് നല്ലപോലെ അതിനെ മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് അതിനെ നല്ലപോലെ മൂപ്പിക്കണം. അതായത് വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി നല്ലപോലെ മൂക്കണം. അത് കഴിഞ്ഞിട്ട് മൂത്തതിന് ശേഷം സവാള ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ചാനലിലുള്ള സുഹൃത്തുക്കൾ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഈ വീഡിയോ കണ്ടിട്ട് അവരൊന്നും ലൈക്കൊന്നും അടിക്കുന്നില്ല. എല്ലാവരും ലൈക്കൊക്കെ അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ടൊരു ഉഷാറിൽ തരം തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇനി 2 വറ്റലോളം ഇട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് ഒരു പൊടി ഉപ്പ് ഇട്ട് അതിനെ നല്ലപോലെ വഴറ്റിയെടുക്കാം. കറിവേപ്പില അതിൻ്റെ കൂട്ടിട്ടോ ഇട്ട് നല്ലപോലെ വഴറ്റട്ടെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനൽ നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഈ വീഡിയോ മുമ്പോട്ട് പോകില്ല, ആരും കാണത്തുമില്ല. കാര്യം അത് അവിടെ വെച്ചങ്ങ് സ്റ്റക്കാവുകയോ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് അങ്ങോട്ട് ഇടാം. മൊത്തം പച്ചമുളക് ഇടുന്നില്ല, ഇച്ചിരി ഇടുക. കാര്യം ലാസ്റ്റിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പച്ചമുളക് കൊച്ചായിട്ട് കട്ട് ചെയ്ത് വലിയവരുടെ കൂടെ ഇടാൻ വേണ്ടി പച്ചമുളക് ഇട്ടതും നല്ലപോലെ ഇളക്കി വഴറ്റി ഉള്ളി അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. വഴളണം, നല്ലപോലെ വഴണ്ട് ഉള്ളി നല്ല കളറെല്ലാം മാറി ചുമന്ന കളറിലാവണം. അത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഏകദേശം ആയി കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മുടെ അതിന് ചേർക്കേണ്ട മസാലകളെല്ലാം ചേർക്കാം. 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, എരിയുള്ള മുളക് 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി, പിന്നെ ചിക്കൻ മസാല 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനം ഇട്ട് ഇതിനെ നല്ലപോലെ മൂപ്പിച്ച്, ഈ മസാല തീ കുറച്ച് വെച്ച് മൂപ്പിച്ച് ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പം തന്നെ അതിൻ്റെ കളർ കണ്ടോ, ഡാർക്കായി വരുന്നുണ്ട്. നല്ല കളർഫുള്ളാവണം. എന്നാലേ ഈ ചിക്കൻ, ഈ ലിവറൊക്കെ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിട്ടിരുന്നാലേ കാണാൻ ഭംഗിയുള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും കൂടെ ഇട്ട് ഇതിനെ നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കരുത്. നല്ലപോലെ അത് മൂത്ത് വെന്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ലിവർ അങ്ങോട്ട് തട്ടി അതിനെ നല്ലപോലെ മിക്സ് ചെയ്തു 1 ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരി ഒഴിക്കുമ്പോഴത്തേനും അതിനൊരു പുളിപ്പും ഒരു ചെറിയ ടേസ്റ്റ് വരും. അത് നിങ്ങൾ ഒഴിക്കണം, മസ്റ്റായിട്ട് മിസ് ചെയ്യരുത്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് തിളപ്പിച്ച് വേവിക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണേ, അത് പറയാൻ വിട്ടുപോയി. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വരട്ടെ. കണ്ടോ എന്താ കളർഫുള്ളൊന്നൊക്കെയാണ്. ഇത് അടാർ ഐറ്റമാണ്. പിന്നെ ടച്ചിങ്ങിനായിട്ടായാലും പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും എല്ലാത്തിനും സൂപ്പർ ഐറ്റമാണ്. പിന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, എല്ലാവരും ചാനൽ പുതുതായിട്ട് വരുന്നവർ കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വേണം പോവാൻ. മുമ്പോട്ട് അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കായത് കണ്ടോ. ഒരു സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കറിവേപ്പിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കഴിച്ചു നോക്കിയിട്ട് പറയൂ. താങ്ക് യു.